ലഹരിയുമായി സിനിമാ സംവിധായകർ പിടിയിലായതിൽ നടപടി വരുന്നു. ഫിഫ്ക നിർദ്ദേശപ്രകാരം സംവിധായകർക്കെതിരെ ഡയറക്ടേഴ്സ് യൂണിയൻ നടപടിയെടുക്കും. കേസ് ഗൗരവമായി കാണുന്നുവെന്ന് ഫിഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പറഞ്ഞു. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും സിബി മലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സിബി മലയിലുമായി ഞങ്ങളുടെ പ്രതിനിധി ലേബി സംസാരിച്ചു. കേൾക്കാം. ഫിഫ്കയുടെ നിലപാട് നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പം ശക്തമായ നിലപാടാണ് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെ എടുത്തിട്ടുള്ള നിലപാട്. അതേപോലെ തന്നെ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ ആൾക്കാർക്കെതിരെയും അവർ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ നേതൃത്വം ശക്തമായ നടപടി സ്വീകരിക്കുക തന്നെയും അതിനുള്ള നിർദ്ദേശം നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനകത്ത് വലിപ്പച്ചെറുപ്പമില്ലാതെ സംഘടനയിലെ ഏത് തലത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, അവർ ചെയ്ത കുറ്റത്തെ അല്ലെങ്കിൽ അവരെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കണ്ടെത്തലുകളെ ഗൗരവമായി തന്നെ എടുത്ത് കാണുക. നമുക്കിപ്പം ലേബി സജിത്തിലൂടെ. ലേബി, ഫിഫ്കയിൽ നിന്ന് നടപടി ഉണ്ടാകും. ഡയറക്ടേഴ്സ് യൂണിയൻ ശക്തമായ നടപടി ഈ സംവിധായകർക്കെതിരെ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംവിധായകരാവട്ടെ അടുത്ത കാലത്ത് ഇറങ്ങി ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുടെ സംവിധായകരാണ്. ഒരാൾ ആലപ്പുഴ ജിംഖാന, അതേപോലെ തല്ലുമാല എന്നീ സിനിമകൾ സംവിധാനം ചെയ്തയാളാണ്. മറ്റേയാൾ ഭീമന്റെ വഴി അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്തയാളാണ്. അപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ ലഹരി ഉപയോഗിച്ച് ഇങ്ങനെ ജീവിതം തീർന്നു പോവുകയാണ്. അപ്പോൾ സംഘടന കടുത്ത നടപടികൾ എടുക്കുമെന്നാണോ മനസ്സിലാക്കുന്നത് ലേബി? ഡോക്ടർ അരുൺകുമാർ, കൃത്യമായ നടപടിയിലേക്ക് ഫെഫ്ക പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്യാൻ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നു. സസ്പെൻഷൻ ലെറ്റർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മളോട് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പെട്ടെന്ന് തന്നെ ഫെഫ്ക നടപടിയെടുത്തിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സിബി മലയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇത് വച്ചു പൊറുപ്പിക്കില്ല, നടപടിയെടുക്കും. നേരത്തെ ഒരു മേക്കപ്പ് മാനെ സിനിമാ സെറ്റിലേക്ക് പോകും വഴി ലഹരിയുമായി പിടിച്ച കേസിൽ അപ്പോൾ തന്നെ ഫെഫ്ക നടപടി സ്വീകരിച്ചിരുന്നു. വലിപ്പച്ചെറുപ്പം ഫെഫ്കയിലില്ല. ലഹരി ഉപയോഗം ആര് നടത്തിയെന്ന് തെളിഞ്ഞാലും അപ്പോൾ തന്നെ നടപടി എന്നത് രാവിലെ തന്നെ സിബി മലയിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ ലെറ്റർ തയ്യാറാക്കി കഴിഞ്ഞു, ഉടൻ തന്നെ കൈമാറും. 2 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഏതായാലും വലിയ ഒരു നീക്കമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടാണ്. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരും തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. രാവിലെ പ്രസിഡന്റുമായി നമ്മൾ സംസാരിച്ചെങ്കിലും ഈ വിഷയം അറിയട്ടെ, പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടാണ് പ്രസക്തമെന്ന് ഞാൻ പറയാൻ കാരണം തുടക്കം മുതൽ ലഹരി ഉപയോഗത്തിനെതിരെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. ഈ 2 പ്രമുഖ സംവിധായകർ ലഹരിയുടെ പിടിയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിയിലായപ്പോൾ എന്താണ് അവരുടെ നിലപാട് എന്ന് തന്നെയാണ് ഇനി അറിയേണ്ട കാര്യം. ഏതായാലും ഫെഫ്ക നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഫെഫ്ക കഴിഞ്ഞ മാർച്ച് 25-ന് ഇവിടെ എക്സൈസുമായി ചേർന്ന ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു കൊച്ചിയിൽ. അന്ന് തന്നെ എക്സൈസുമായി ചേർന്ന് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയതിൽ അത് പറയുകയും ചെയ്തു. ഫെഫ്ക ഏത് രീതിയിലുള്ള സഹകരണവും എക്സൈസിന് നൽകാമെന്ന് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. എക്സൈസിന്റെ സേവനം ഇങ്ങോട്ടും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഡോക്ടർ അരുൺ, ഞാൻ ഈ നിൽക്കുന്നതാണ് ഈ 2 സംവിധായകരും ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്ന പൂർവ ഗ്രാൻഡ് ബേ ഫ്ലാറ്റ്. അവിടെ ഈ ഫ്ലാറ്റ് സമുച്ചയം ഇപ്പോൾ നമ്മുടെ ഗോശ്രീ പാലത്തിനോട് ചേർന്ന്, അതായത് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലത്തിലേക്ക് പോകുമ്പോൾ ഇടത് സൈഡിൽ കാണുന്ന വലിയ ഫ്ലാറ്റ് സമുച്ചയമാണിത്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലക്ഷറിയസ് ഫ്ലാറ്റുകളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് മറൈൻ ഡ്രൈവ്. ഇവിടുത്തെ ഫ്ലാറ്റാണ് ഇത്. ഇവിടെ ഈ 2 സംവിധായകരും സ്ഥിരമായി എത്താറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളുടെ അസോസിയേഷൻ സെക്രട്ടറിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുകയുണ്ടായില്ല. ഏതായാലും നമ്മൾ ആ പ്രതികരണം തേടുന്നുണ്ട്. കാരണം ഇവിടെ എക്സൈസ് സംഘം പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഇവർ 2 പേരും സംവിധായകരായ ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ അഷ്റഫ് ഹംസയും ഇവിടെ സ്ഥിരമായി വരാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ സമീറിന്റെ പേരിലുള്ള ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റാണ് എന്നും അറിയുന്നു. ഏതായാലും ഇവിടെ നിന്നുള്ള പ്രതികരണവും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഡോക്ടർ അരുൺ, ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം ലേബി സജിതനാണ് ചേർന്നത്. ഫിഫ്ക കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായി ജാമ്യത്തിൽ പോയ സംവിധായകർക്കെതിരെ നടപടി വന്നേക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനാണ് ഇപ്പോൾ പിടിയിലായ ഖാലിദ് റഹ്മാൻ. നേരത്തെ അദ്ദേഹം തല്ലുമാല എന്നൊരു സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. തമാശ എന്ന സിനിമയും അതേപോലെ ഭീമന്റെ വഴി എന്ന സിനിമയും സംവിധാനം ചെയ്തയാളാണ് ഈ അഷ്റഫ് ഹംസ എന്ന് പറയുന്നത്. ഇവരെ പിടികൂടിയ മുറി എന്ന് പറയുന്നത് അത് ഈ പൂർവ ഗ്രാൻഡ് ബേ എന്ന അപ്പാർട്ട്മെൻറ്റാണ്. ആ അപ്പാർട്ട്മെൻറ്റിലെ 5-ാം നിലയിലെ 506-ാം നമ്പർ മുറിയിൽ ആ മുറിയിൽ ഉണ്ടായിരുന്നത് സമീർ താഹിറാണ്. അയാളുടെയാണ് മുറി. ഈ സമീർ താഹിറിനെ പ്രേക്ഷകർക്കറിയാം. നീലാകാശം പച്ചക്കടൽ എന്ന സിനിമ സംവിധാനം ചെയ്തയാളാണ്. ആവേശം എന്ന സിനിമയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു, അത് സിനിമാറ്റോഗ്രാഫറായിരുന്നു ഈ
സമീർ താഹിർ. അപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും സിനിമാ മേഖലയിലെ വലിയ കഞ്ചാവ് ലോബി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എല്ലാ നടന്മാരോ അണിയറ പ്രവർത്തകരും അങ്ങനെയല്ല. ഇതൊന്നും ഉപയോഗിക്കാതെ മാന്യമായും വൃത്തിയായും വെടുപ്പായും പണി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. ഭൂരിപക്ഷം പേരും അതാണ്. പക്ഷേ എന്നാൽ ഒരു ന്യൂനപക്ഷം, ഒരു ശക്തമായ ന്യൂനപക്ഷം സിനിമാ മേഖലയിൽ ഈ പറയുന്ന കഞ്ചാവിൻ്റെ മാഫിയായിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് സിനിമയുടെ ചർച്ച മുതൽ സിനിമയിലെ കാസ്റ്റിംഗ് മുതൽ സിനിമയുടെ പാക്കപ്പ് വരെ നീളുന്ന വലിയ പാർട്ടിയാണുള്ളത് എന്നാണ് ഇത്തരം സിനിമകളിലൊക്കെ അഭിനയിച്ചവരും അതുമായി ബന്ധപ്പെട്ട് ഇടപഴകിയവരും പറയുന്നത്. ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എക്സൈസ് ഇന്നലെ രാത്രി 2 മണിക്ക് ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഈ അപ്പാർട്ട്മെന്റിൽ തെരച്ചിൽ നടത്തിയതും 2 പേരെ കസ്റ്റഡിയിലെടുത്തതും സമീർ താഹിറിന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുന്നതും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകണം. KM രാജു, കൃഷ്ണകുമാർ KB ഈ ലഹരി എന്ന് പറയുമ്പോൾ ലിക്കറും ലഹരിയല്ലേ എന്ന് ചോദിക്കുന്നു. എല്ലാം ലഹരി തന്നെയാണ്. അതിനകത്ത് സംശയം. ലഹരി നമ്മളെ കൊല്ലും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിയെ ഒരു കൈ അകലെ നിർത്തുക എന്നുള്ളതാണ്. ജീവിതമായ ലഹരി നമുക്ക് ഉപയോഗിക്കാം. യാത്രകൾ ലഹരിയാവട്ടെ, നിങ്ങളുടെ പാഷൻ ലഹരിയാവട്ടെ.